നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. യോർക്ക്ഷയർ തീരത്ത് ക്യാമ്പർ വാൻ ഓവർനൈറ്റ് പാർക്കിംഗ് നിരോധനം സ്ഥിരമാക്കാൻ തീരുമാനം. യോർക്ക്ഷയർ തീരത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ക്യാമ്പർ വാനുകളും മോട്ടോർ ഹോമുകളും രാത്രികാലങ്ങളിൽ പാർക്ക് ചെയ്യുന്നതിനുള്ള പരീക്ഷണാടിസ്ഥാനത്തിലുള്ള വിലക്ക് സ്ഥിരം നിരോധനമായി മാറ്റാനൊരുങ്ങുന്നു. നോർത്ത് യോർക്ക്ഷയർ കൗൺസിൽ 2024 നവംബറിലാണ് സുരക്ഷാപരമായ ആശങ്കകളെയും യാത്രികരുടെ പരാതികളെയും തുടർന്ന് ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. സ്കാർബറോയിലെ നോർത്ത് ബേ, സാൻസെന്റ് ഗ്രാമത്തിൻ്റെ തെക്കുള്ള A174 എന്നിവിടങ്ങളിലാണ് രാവിലെ 11 മുതൽ വൈകിട്ട് 7 വരെ ഈ വിലക്ക് നിലവിൽ വരുന്നത്. കെയ്റ്റൺ ബേയിൽ സമാനമായ പരീക്ഷണം നടന്നെങ്കിലും സൈൻ ബോർഡുകൾ നശിപ്പിക്കപ്പെട്ടതിനെ തുടർന്ന് അത് ഉപേക്ഷിക്കുകയായിരുന്നു. മാർച്ച് 27 കൗൺസിലർമാർ ഈ വിഷയത്തിൽ ചർച്ച നടത്തുമെങ്കിലും പരീക്ഷണത്തിന്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റിയെന്ന് കൗൺസിൽ വിലയിരുത്തുന്നു. 18 മാസത്തെ പരീക്ഷണ കാലയളവിൽ ലഭിച്ച 3000-ലധികം പ്രതികരണങ്ങളിൽ ഭൂരിഭാഗവും മോട്ടോർ ഹോം ഉടമകളിൽ നിന്നായിരുന്നു. ഇവരിൽ ഭൂരിഭാഗവും നിയന്ത്രണങ്ങളെ എതിർത്തുവെങ്കിലും അവയുടെ കാരണങ്ങളുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉയർന്നിരുന്നില്ല. പ്രദേശവാസികളിൽ 60% പേരും ഈ നിയന്ത്രണങ്ങളെ പിന്തുണയ്ക്കുന്നതായി കൗൺസിൽ സൂചിപ്പിച്ചു. കൂടാതെ വിലക്ക് കാരണം യാത്രികർ മറ്റ് താമസ സ്ഥലങ്ങൾ കണ്ടെത്തുന്നുണ്ടെന്നും അവിടങ്ങളിലും സമാനമായ നടപടികൾ പരിഗണിക്കുന്നതായും കൗൺസിൽ അറിയിച്ചു. ടൂറിസം മേഖലയുടെ പ്രാധാന്യം നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാ റോഡ് ഉപയോക്താക്കൾക്കും സൗകര്യപ്രദമായ സാഹചര്യം ഒരുക്കാനാണ് ശ്രമിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. ഫാസ്റ്ലേൻ നാവികത്താവളത്തിലേക്ക് കടക്കാൻ ശ്രമിച്ച ദമ്പതികൾ അറസ്റ്റിൽ. UKയുടെ ആണവായുധങ്ങൾ സൂക്ഷിക്കുന്ന ഫാസ്റ്ലേൻ നാവികത്താവളത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് ദമ്പതികൾ അറസ്റ്റിലായി. വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിയോടെയാണ് 2 പേർ താവളത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചതായി സ്കോട്ട്ലൻഡ് പോലീസിന് വിവരം ലഭിച്ചത്. UKയുടെ ട്രൈഡന്റ് ആണവ മിസൈലുകൾ സൂക്ഷിക്കുന്ന ഇടം കൂടിയാണ് ഈ നാവികത്താവളം. ഈ സംഭവത്തെ തുടർന്ന് 34-കാരനായ ഇറാനിയൻ പുരുഷനെയും 31-കാരിയായ സ്ത്രീയെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും അന്വേഷണം തുടരുകയുമാണ്. ഈ വിഷയത്തിൽ റോയൽ നേവിയുടെ പ്രതിനിധി പറയുന്നതനുസരിച്ച് സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാനാവില്ല. കാരണം ഇത് നിലവിൽ അന്വേഷണത്തിലാണ്. ഫാസ്റ്ലേൻ സൈനിക താവളം സ്കോട്ട്ലൻഡിലെ ഏറ്റവും വലിയ സൈനിക കേന്ദ്രമാണെന്നും ഏകദേശം 6000 മുതൽ 7000 വരെ സൈനികരും സാധാരണക്കാരും ഇവിടെയുണ്ടെന്നും പ്രതിരോധ വിദഗ്ധർ പറയുന്നു. ബ്രിട്ടന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലൊന്നാണ് ഫാസ്റ്ലേൻ എന്നും അറ്റകുറ്റപ്പണികളിൽ ഏർപ്പെട്ടിരിക്കുന്ന 7 ആക്രമണ അന്തർവാഹിനികൾ പ്രവർത്തിക്കുന്നതും ഇവിടെ നിന്നാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്രതീക്ഷിതമായി ഇത്തരം സംഭവങ്ങൾ സുരക്ഷാ വിഭാഗങ്ങളിൽ ആശങ്കയുയർത്തിയിട്ടുണ്ട്. അയർലൻഡിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സ്റ്റാമ്പ് 1G വിസ എക്സ്റ്റൻഷൻ നിഷേധിക്കപ്പെടുന്നു. അയർലൻഡിൽ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഗുരുതരമായ പ്രതിസന്ധി നേരിടുകയാണ്. സ്റ്റാമ്പ് 1G വിസ എക്സ്റ്റൻഷനായി അപേക്ഷിച്ചവരിൽ നല്ലൊരു ശതമാനം പേർക്കും ഇത് നിരസിക്കപ്പെടുന്നതാണ് പുതിയ ആശങ്കകൾക്ക് കാരണം. ഇത് കാരണം ധാരാളം വിദ്യാർത്ഥികൾക്ക് തൊഴിൽ കണ്ടെത്താനും അയർലൻഡിൽ തുടരാനും സാധിക്കാതെ വരുന്നു. പരിശോധനാ നടപടികൾ കൂടുതൽ കർശനമാക്കിയതാണ് ഇതിന് കാരണമെന്ന് സൂചനയുണ്ട്. എന്നിരുന്നാലും ഇത് സംബന്ധിച്ച് കൃത്യമായ കണക്കുകൾ ഇമിഗ്രേഷൻ അധികൃതർ പുറത്തുവിടുന്നില്ല. 2024 മുതലാണ് നിരസിക്കലുകളിൽ കാര്യമായ വർധനവ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ബിരുദധാരികളെ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ സഹായിക്കുന്നതിനുള്ള ഒരു താത്കാലിക നടപടിയാണ് സ്റ്റാമ്പ് 1G എന്ന് അധികൃതർ ആവർത്തിക്കുന്നു. എന്നാൽ വിദ്യാർത്ഥികൾ സ്റ്റാമ്പ് 1G എക്സ്റ്റൻഷനെ മാത്രം ആശ്രയിക്കാതെ മറ്റ് തൊഴിൽ പെർമിറ്റുകളിലേക്ക് മാറണമെന്നും സർക്കാർ ആഗ്രഹിക്കുന്നു. ഇതിനായി അപേക്ഷകൾ തള്ളിക്കളയുന്ന രീതിയാണ് വകുപ്പ് സ്വീകരിക്കുന്നതെന്നും ആരോപണമുണ്ട്. സ്റ്റാമ്പ് 1G എക്സ്റ്റൻഷൻ അപേക്ഷകൾ വിവേചനാധികാരമായതിനാൽ അംഗീകാരം ലഭിക്കുമെന്ന് ഉറപ്പില്ല. ഇത് വിദ്യാർത്ഥികളിൽ വലിയ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നു. സാമ്പത്തിക ക്രമക്കേടുകൾ, തെറ്റായ രേഖകൾ, സമയപരിധിക്കുള്ളിൽ അപേക്ഷ സമർപ്പിക്കാത്തത് തുടങ്ങിയ കാരണങ്ങളാൽ പല അപേക്ഷകളും നിരസിക്കപ്പെടുന്നു. അനധികൃത ഏജന്റുമാർ പണം വാങ്ങി വ്യാജ വാഗ്ദാനങ്ങൾ നൽകുന്നതും വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുന്നു. നിയമപരമായ നടപടികൾ നേരിടേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഇന്ത്യൻ എംബസിയും സംഘടനകളും അടിയന്തരമായി ഇടപെടണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ഇരട്ട പൗരത്വം. പുതിയ നിയമങ്ങൾ കാരണം ബ്രിട്ടീഷ് കൗമാരക്കാർ വിദേശത്ത് കുടുങ്ങുന്നു. പുതിയ ഹോം ഓഫീസ് നിയമങ്ങൾ കാരണം ഇരട്ട പൗരത്വമുള്ള ബ്രിട്ടീഷ് കൗമാരക്കാർ രാജ്യം വിട്ട് തിരിച്ചെത്താൻ സാധിക്കാതെ വിദേശത്ത് കുടുങ്ങിക്കിടക്കുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നു. കഴിഞ്ഞ ദിവസം ഡെൻമാർക്കിൽ നിന്ന് ബ്രിട്ടനിലേക്ക് വരാൻ ശ്രമിച്ച 16 വയസ്സുള്ള ബ്രിട്ടീഷ് പെൺകുട്ടിക്ക് വിമാനത്തിൽ കയറാൻ കഴിഞ്ഞില്ല. അവൾക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ട് ഉണ്ടായിരുന്നില്ല എന്നതാണ് കാരണം. ഇതിനെ തുടർന്ന് പെൺകുട്ടിക്ക് 2 ആഴ്ചത്തെ സ്കൂൾ നഷ്ടപ്പെട്ടു. ഇതിന് പിന്നാലെ സ്പെയിനിലെ മാഡ്രിഡിൽ പഠനയാത്രയ്ക്ക് പോയ ഓക്സ്ഫോർഡ്ഷെയറിലെ 19 വയസ്സുള്ള അന്ന എന്ന വിദ്യാർത്ഥിനിയും വിദേശത്ത് കുടുങ്ങി. ഫ്രഞ്ച് പൗരത്വം കൂടിയുള്ള അന്ന ബ്രിട്ടീഷ് പാസ്പോർട്ട് നേടിയിരുന്നില്ല. പുതിയ നിയമപ്രകാരം ഇരട്ട പൗരത്വമുള്ളവർ ബ്രിട്ടനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ബ്രിട്ടീഷ് പാസ്പോർട്ട് പുതിയതോ പഴയതോ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നതിനുള്ള
ഓതറൈസേഷൻ ലെറ്റർ എയർലൈൻസിന് മുന്നിൽ ഹാജരാക്കണം. പെട്ടെന്ന് നടപ്പിലാക്കി ഈ നിയമം മൂലം പാസ്പോർട്ട് എടുക്കാൻ സമയം നൽകാത്തത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് രോഷത്തോടെയാണ് പലരും പ്രതികരിക്കുന്നത്. ബ്രിട്ടീഷ് ജനന സർട്ടിഫിക്കറ്റും മാതാപിതാക്കളുടെ ബ്രിട്ടീഷ് പാസ്പോർട്ടിൻ്റെ ചിത്രങ്ങളും താമസരേഖകളും ഉണ്ടായിട്ടും നിയമം പാലിക്കാത്തത് നീതിയല്ലെന്ന് അവർ പറയുന്നു. സമാനമായ രീതിയിൽ മുംബൈയിൽ ബ്രിട്ടീഷ് ഡാനിഷ് കുടുങ്ങി. ഈ നിയമങ്ങളെക്കുറിച്ച് മതിയായ പ്രചരണം നൽകിയില്ലെന്ന പരാതിയും വ്യാപകമാണ്. മുൻ മേയറുടെ ഉടമസ്ഥതയിലുള്ള വെസ്റ്റ് ലണ്ടൻ ഹോട്ടലിൽ അനധികൃത കുടിയേറ്റക്കാർ. മുൻ ഹൗൺസ്ലോ മേയർ ദർശൻ ഗ്രേവാൾ സഹ ഉടമയായ സൗത്ത് ഹാളിലെ ദി ഓൾഡ് ഓക്ക് ട്രീ എന്ന ഹോട്ടലിൻ്റെ ലൈസൻസ് 3 മാസത്തേക്ക് റദ്ദാക്കി. അനധികൃത കുടിയേറ്റക്കാരെ പാർപ്പിക്കുന്നുവെന്ന രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ റെയ്ഡിലാണ് ഈ നടപടി. നവംബർ 2025 നടന്ന റെയ്ഡിൽ വിസ വ്യവസ്ഥകൾ ലംഘിച്ച നിരവധി വ്യക്തികൾ ഹോട്ടലിൽ അനധികൃതമായി താമസിക്കുന്നതായി കണ്ടെത്തി. ഇവർ പ്രതിമാസം €500 വീതം നൽകിയാണ് ഇവിടെ താമസിച്ചിരുന്നത്. ഹോട്ടലിൻ്റെ ഉടമസ്ഥാവകാശം ദർശൻ ഗ്രേവാളിനും ഭാര്യ ഗുർപ്രീത് ഗ്രേവാളിനുമാണ്. റെയ്ഡിന് ശേഷം പുറത്ത് മയക്കുമരുന്നും മദ്യവും ഉപയോഗിക്കുന്ന ഒരു സംഘത്തെ പോലീസ് കണ്ടെത്തുകയും ഇതിനിടെ ഒരു വലിയ കത്തി കണ്ടെത്തുകയും ചെയ്തു. 5 പേരെ അറസ്റ്റ് ചെയ്തു. ഇത് ആദ്യമായിട്ടല്ല ഹോട്ടൽ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. 2019 നഗ്നനൃത്തം ചെയ്യുന്ന സ്ത്രീകളെ കണ്ടെത്തിയ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഈ വിഷയത്തിൽ ഭാര്യ ഗുർപ്രീത് ഗ്രേവാൾ മുൻ മാനേജറെ കുറ്റപ്പെടുത്തി രംഗത്തെത്തിയെങ്കിലും അധികൃതരാണ് പാർട്ടി നിർത്തിവെപ്പിച്ചതെന്ന് ലൈസൻസ് ഓഫീസർ ഓർമ്മിപ്പിച്ചു. ഓൺലൈൻ റിവ്യൂകളിൽ ഹോട്ടലിലെ കിടക്കകളിൽ പ്രാണികൾ ഉള്ളതായി പരാതിയുണ്ടെന്നും എക്സ്റ്റർമിനേറ്റർമാർ വന്ന് പരിഹാരം കണ്ടെന്നും അവർ സമ്മതിച്ചു. 2025 റെയ്ഡിൽ 3 പേർ ക്യാമ്പിംഗ് സ്ഥലത്ത് താമസിക്കുന്നതായും കണ്ടെത്തി. 2023 എല്ലാ മുറികളിലും അനധികൃത താമസക്കാരെ കണ്ടെത്തിയിരുന്നു. നിരവധി ലൈസൻസ് ലംഘനങ്ങൾ ഉണ്ടായിട്ടും 3 മാസത്തെ സസ്പെൻഷന് ശേഷം ഹോട്ടലിന് ലൈസൻസ് നിലനിർത്താം. എന്നാൽ ശബ്ദ നിയന്ത്രണം, വാതിലുകൾ അടച്ചിട്ടിരിക്കൽ തുടങ്ങിയ കർശന നിബന്ധനകൾ പാലിക്കണം. റീസൈക്ലിംഗ് ബിന്നിൽ തുറക്കാത്ത ലെറ്ററുകളുടെ കൂമ്പാരം കണ്ടെത്തി. റോയൽ മെയിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ബർമിംഗ്ഹാമിലെ സാൾട്ട്ലിയിൽ ഒരു റീസൈക്ലിംഗ് ബിന്നിൽ തുറക്കാത്ത നിരവധി തപാൽ ലെറ്ററുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. അടുത്തുള്ള താമസക്കാർക്ക് അയച്ച കത്തുകളാണിവയെന്നും ബാങ്കുകൾ, യൂട്ടിലിറ്റി കമ്പനികൾ, NHS എന്നിവയിൽ നിന്നുമുള്ള കത്തുകളാണ് ഇതിൽ ഉൾപ്പെടുന്നതെന്നും കണ്ടെത്തി. കണ്ടെത്തിയ കത്തുകളിൽ ഒന്നിന് ജനുവരി 27 തീയതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തപാൽ ലെറ്ററുകളുടെ സുരക്ഷയും സൂക്ഷിപ്പും വളരെ പ്രധാനമാണെന്നും ഇത്തരം സംഭവങ്ങളെ വളരെ ഗൗരവമായാണ് കാണുന്നതെന്നും റോയൽ മെയിൽ പ്രസ്താവനയിൽ അറിയിച്ചു. ഇത് സംബന്ധിച്ച് പ്രാദേശിക ഡെലിവറി ഓഫീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഡബ്ലിനിൽ ഇന്ത്യ-അയർലൻഡ് T20 പരമ്പര ജൂൺ മാസത്തിൽ നടക്കും. ഇന്ത്യയും അയർലൻഡും തമ്മിൽ T20 ക്രിക്കറ്റ് പരമ്പര ജൂൺ മാസത്തിൽ അയർലൻഡിൽ നടക്കും. ഇംഗ്ലണ്ടിലേക്കുള്ള ഇന്ത്യയുടെ വൈറ്റ് ബോൾ പര്യടനത്തിന് മുന്നോടിയായാണ് ഈ മത്സരം സംഘടിപ്പിക്കുന്നത്. ഡബ്ലിനിലെ മാലോഹൈഡ് ഉൾപ്പെടെയുള്ള വേദികളിലാകും മത്സരങ്ങൾ നടക്കുക. ഈ പരമ്പര അയർലൻഡിന് അവരുടെ പുതിയ T20 ക്യാപ്റ്റനെ പ്രഖ്യാപിക്കാനുള്ള അവസരം കൂടിയായിരിക്കും. അതേസമയം അയർലൻഡ് ടീമിൽ നിർണായക മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. T20 ക്യാപ്റ്റനായിരുന്ന പോൾ സ്റ്റെർലിംഗ് സ്ഥാനമൊഴിഞ്ഞതായി ക്രിക്കറ്റ് അയർലൻഡ് അറിയിച്ചു. 2026 T20 ലോകകപ്പിലെ മോശം പ്രകടനത്തിന് പിന്നാലെയാണ് ഈ തീരുമാനം. പുതിയ സ്ഥിരം ക്യാപ്റ്റനെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. നിലവിൽ വൈസ് ക്യാപ്റ്റനായ ലോർക്കൻ ടക്കറാണ് താൽക്കാലികമായി ടീമിനെ നയിക്കുന്നത്. ഹാരി ടെക്ടറിൻ്റെ പേരും ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പരിഗണനയിലുണ്ട്. ജൂണിൽ നടക്കുന്ന ഇന്ത്യക്കെതിരായ പരമ്പര പുതിയ ക്യാപ്റ്റന് ടീമിനെ നയിക്കാൻ ലഭിക്കുന്ന ആദ്യത്തെ വലിയ അവസരമായിരിക്കും. ഈ മത്സരങ്ങൾ ഇരു ടീമുകൾക്കും ലോകകപ്പിന് മുന്നോടിയായി തങ്ങളുടെ തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ സഹായകമാകും. ക്യൂ മലയാള UK ന്യൂസിലെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വാർത്താ വിശകലനങ്ങളും അപ്ഡേറ്റുകളും അറിയാൻ എല്ലാ ദിവസവും കാത്തിരിക്കുക. പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ലഭിക്കാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. കൂടാതെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിൽ ക്യൂ മലയാളം UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ പിന്തുണയ്ക്ക് നന്ദി.